ഇന്ന് 2 വീഡിയോ, അതായത് ഈ ആഴ്ച 2 വീഡിയോ ഇടും. അതിന്റെ ഒന്നാമത്തെ വീഡിയോ മാർച്ച് 27 ഇറങ്ങാൻ പോകുന്ന എമ്പുരാൻ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ആരൊക്കെയാണെന്ന് എക്സ്പോസ് ചെയ്യുന്നതാണ്. അത് ഈ വീഡിയോയിൽ പറയും. രണ്ടാമതിടുന്ന വീഡിയോ ഏപ്രിൽ 10 ഇറങ്ങുന്ന മമ്മൂക്കയുടെ ബസൂക്ക മൂവി ആരൊക്കെ ഡീഗ്രേഡ് ചെയ്യും, ആരൊക്കെ അതിനെതിരെ നെഗറ്റീവ് റിവ്യൂസ് പറയും എന്നുള്ള എൻ്റെ സത്യം പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. മാർച്ച് 27 ഇറങ്ങുന്ന എമ്പുരാൻ സിനിമയെ ആരൊക്കെ നെഗറ്റീവ് റിവ്യൂ പറയും. ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവായിട്ട് ഒരു 4 വർഷത്തോളമായി. അതിനു മുമ്പില്ലായിരുന്നു, 4 വർഷമായി ഞാൻ ആക്റ്റീവായിട്ട്. അപ്പോൾ ഇറങ്ങുന്ന ഓരോ സോഷ്യൽ മീഡിയയും എസ്പെഷ്യലി ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നെഗറ്റീവ് റിവ്യൂസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ആശ്രയിക്കുന്നത് ഫേസ്ബുക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഈ മൂവീസ് പരമായി ബന്ധപ്പെട്ട്. ഇൻസ്റ്റാഗ്രാമിനേക്കാളും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ് കാണുന്നത്. ബട്ട് ഫേസ്ബുക്കിൽ മീഡിയ, അതായത് മൂവീസിനെ പറ്റി ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് ഫേസ്ബുക്കിലാണ്. അപ്പം ആരൊക്കെ മാർച്ച് 27 ഇറങ്ങുന്ന മോഹൻലാലിന്റെ എമ്പുരാൻ ആരൊക്കെ നെഗറ്റീവ് റിവ്യൂ ഇടും എന്ന എന്റെ പ്രഡിക്ഷൻ. ഫസ്റ്റ്, ആദ്യം നമ്മുടെ ചെകുത്താൻ. പുള്ളി എന്തായാലും സിനിമ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ചെകുത്താൻ എന്തായാലും നെഗറ്റീവേ പറയും. അതാണ് പുള്ളിയുടെ റീച്ച്. പുള്ളിയെ കുറ്റം പറയുന്നില്ല ഞാൻ, കാരണം പുള്ളിക്ക് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഏകദേശം ഒരു 200K 300K അടുത്ത് പോകും. അതുകൊണ്ട് പുള്ളി എന്തായാലും പോസിറ്റീവ് പറയില്ല, നെഗറ്റീവ് മാത്രമേ പുള്ളി പറയൂ. അപ്പം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ആളാണ് ചെകുത്താൻ യൂട്യൂബില്. പിന്നെ നമ്മുടെ ഈ ചങ്ങായിമാർ രണ്ടുപേരും ഏകദേശം നല്ല സിനിമയാണെങ്കിൽ പോലും മോഹൻലാലിന്റെ അഭിനയം അത്ര പോരാ എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ രണ്ടുപേരും. സപ്പോസ് ഇനി സിനിമ ഹിറ്റായാൽ പോലും അവർ പറയും സിനിമ അത്ര പോരായിരുന്നു കേട്ടോ, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു എന്നേ ഇവര് പറയും. ഈ രണ്ടാൾക്കാരാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. ഇനിയും ഉണ്ടാകാം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഈ രണ്ടുപേരും എന്തായാലും നെഗറ്റീവ് റിവ്യൂ പറയും, യാതൊരു സംശയമില്ല. അതായത് സിനിമയെ പറ്റി പറഞ്ഞില്ലെങ്കിലും മോഹൻലാലിനെ പറ്റി എന്തായാലും പറയും. ഓക്കെ, ഇനി നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോവാം. ഫേസ്ബുക്കിലാണ് വിപ്ലവം. നമ്മുടെ ആദ്യത്തെ ആള് അജു മോളിവുഡ്. 13K ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്ക്. ധാരാളം അറിയത്തില്ല. ആസിഫിക്കയുടെ ഒരു DP ആണ് ഇട്ടേക്കുന്നത്. എന്തായാലും പുള്ളി ഒരു മമ്മൂക്ക ആരാധകനാണ്. ഞാൻ പറയും മമ്മൂക്കയുടെ ഒരു ടോക്സിക് ആരാധകനാണ്. കൂടുതൽ പ്രൊമോഷൻസ് നടക്കുന്നത് മമ്മൂക്കയുടെ അല്ല, മോഹൻലാലിന്റെയാണ്. മോഹൻലാലിന്റെ നെഗറ്റീവ്സ് ആണ് ഏറ്റവും കൂടുതൽ പുള്ളിയുടെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. മോളിവുഡ് പീക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. മമ്മൂക്കയുണ്ട്, ജഗദീഷ് ഉണ്ട്, ആസിഫ് അലി ഉണ്ട്, കുഞ്ചാക്കോയുണ്ട്. ഒരിക്കലും പുള്ളി മോഹൻലാലിന്റെ ഇടില്ല. ഉണ്ണിമുകുന്ദിനെതിരാണ്. ഉണ്ണിമുകുന്ദൻ കയറി വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ ഒരു മോഹൻലാൽ ആരാധകൻ ആണെന്ന് തോന്നുന്നു റോണി വർഗീസ് ആയിരുന്നു. റോക്കി ബായിയുടെ എൻട്രിക്ക് മുകളിൽ 1.5 വെടിച്ചിൽ ഇൻട്രഡക്ഷൻ ഇട്ട് കൊടുക്കണം, തിയേറ്റർ കത്തിച്ചാമ്പലാക്കിട്ട്. അതായത് നമ്മുടെ L2 ഒരു പുതിയൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ഹെലികോപ്റ്റർ ഇരിക്കുന്നത്. അപ്പം അജു മോളിവുഡിന്റെ കമന്റ് ആണ്, എന്തൊക്കെ തരം ആഗ്രഹങ്ങളാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ആണ്. ബട്ട് 13K ഉള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരാളാണെന്ന്. ഒരു കൂട്ടമാണ്. മമ്മൂക്കയുടെ പ്രൊമോഷൻ കുറവാണ് ഇതിനകത്ത്. ബോട്ടക്സിന് ശേഷം അടുത്ത കോമഡി ലാലേട്ടന്റെ ഈ വെപ്പുവെല്ലാണോ? മോഹൻലാലാണ് ഇവരുടെ സ്ഥിരം വേട്ടമൃഗം. അതെപ്പോഴും എല്ലാവരുടെയും അങ്ങനെയാണല്ലോ. പുലിമുരുകനെ പറ്റി പോസിറ്റീവ് പറഞ്ഞിരുന്നു, വൺ ടൈം വണ്ടർ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ കേരള ഗ്രോസ് പിന്നെ മോഹൻലാലിന് പോലും തൊട്ടിട്ടില്ല. ഇമാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് പടം മലയാളത്തിൽ ഇതുവരെ കാണാത്ത 5+ മേക്കിംഗ്. കൂട്ടത്തിൽ ഗോപി സുന്ദറാണ് എന്റെ കത്തിൽ കൂടി ആയപ്പം എന്റെ പൊന്നെ കിട്ടും. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പോസിറ്റീവ് പുള്ളിയുടെ മോഹൻലാൽ പടത്തിന് കാണുന്നത്. ഈ പുള്ളിയായിരിക്കും എന്തൊക്കെ പടം ഹിറ്റായാലും ഈ പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവ് മോഹൻലാലാണെന്ന് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആള്. ഓർത്തു വെക്കുക, അജു മോളിവുഡ്. ഇനി രണ്ടാമത്തെ ആള്, സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീ പ്രൊമോഷൻ ആണ്. കാരണം ഫേസ്ബുക്കിൽ റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊമോഷൻ നടത്തണം. അതായത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് സർക്കുലേറ്റ് ആകുന്ന ലൈക്കും കമന്റും ഷെയറും കൊണ്ടാണ്. അതുകൊണ്ട് ഇതും അവർക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനാണ്. ആൾക്കാർ ഇവരുടെ പേജിൽ പോയി നോക്കുമല്ലോ. കാരണം ഞാൻ പറയുന്നത് സത്യത്തിൽ എന്റെ പ്രഡിക്ഷൻസ് മാത്രമാണ്. സോ അങ്ങനെ മനസ്സ് വെച്ച് മാത്രം കാണുക ഈ വീഡിയോ. രണ്ടാമത്തെ ആള് പുതിയതായിട്ട് വരുന്ന ഒരു ക്രിയേറ്ററാണ്, ഡിജിറ്റൽ ക്രിയേറ്ററാണ്, റേഹാൻ CK. അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. DQന്റെ DP ഇട്ടിട്ടാണ് പുള്ളിയുടെ കളി. അതിനകത്ത് പുള്ളിക്കറിയാം ആരെ പിടിച്ചാലാണ് റീച്ച് കിട്ടുക. അതുകൊണ്ട് പുള്ളിയുടെ ടാർഗറ്റ് മോഹൻലാൽ. ഒരു 13 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഫോട്ടോ ഇട്ടിട്ടുണ്ട്.
മാർച്ച് 27 നോമ്പുകാലമാണ്. വൻ ഹൈപ്പിൽ വന്ന KGF2 പോലും 7 കോടിയാണ് അന്ന് നേടിയത്. സോ എമ്പുരാൻ FT റെക്കോർഡ് ഒന്നും ഇല്ല എന്നത് 100% ഫാക്റ്റാണ്. അതിന്റെ കൂടെ ബാറോസിനും കൂടെ ചേർത്തിട്ടുണ്ട്. ഓൾ ടൈം ഡിസാസ്റ്റർ. ഇതാണ് റീച്ച് കിട്ടേണ്ടത്. അപ്പൊ ആൾക്കാർ നോക്കും, ആൾക്കാർ റിയാക്ട് ചെയ്യും, മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നവര് റിയാക്ട് ചെയ്യും. അങ്ങനെ അവനൊരു സർക്കുലേഷൻ കിട്ടും. പിന്നെ ഡീഗ്രേഡിങ്ങിനും വേണ്ടി മോഹൻലാലിനെ ഇഷ്ടമില്ലാത്ത, മോഹൻലാലിനെ പൊതുവെ ചില ആൾക്കാർക്ക്, ചില വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമില്ല. അത് പൊതു സത്യമാണ്. അതുകൊണ്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ. ഇനി നമുക്ക് അടുത്തയാൾ ആര്യ അരവിന്ദൻ, ഡിജിറ്റൽ ക്രിയേറ്റർ, 5.5K ഫോളോവേഴ്സ്. ഇവരാണ് ഇനി ഞാൻ പറഞ്ഞ ലിസ്റ്റിലേക്കുള്ള അടുത്ത എൻട്രി. സിനിമ, ട്രാവൽ, മമ്മൂക്ക യാതൊരു കുഴപ്പമില്ല. അവരുടെ പേഴ്സണൽ, അതായത് ഇത് അറിയില്ല അവൾ ആണോ അവൻ ആണോ എന്ന് പോലും അറിയത്തില്ല, ഒരു കൂട്ടം ആൾക്കാരാണോ എന്ന് അറിയത്തില്ല. കാരണം യഥാർത്ഥത്തിലുള്ള ഒരു പിക്ക് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഗ്രൂപ്പിലൊന്നും. ഇങ്ങനെയുള്ളവരൊന്നും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യില്ല, കാരണം ആരാണ് നമുക്ക് അറിയത്തില്ലല്ലോ. സോ ആര്യ അരവിന്ദൻ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ആയിരിക്കും ഞാൻ പറഞ്ഞ ലിസ്റ്റിലേക്കുള്ള അടുത്ത എൻട്രി. എമ്പുരാന്റെ ഡീഗ്രേഡിങ് തുടങ്ങാൻ പോകുന്ന അടുത്തയാൾ. കാരണം മമ്മൂക്ക എന്ന വ്യക്തിയെക്കാളും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്, മമ്മൂക്ക ഫാൻഗേളായ എന്ന് പറയപ്പെടുന്ന ആൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ പറ്റിയാണ്. സോ എന്തായാലും എമ്പുരാൻ ഇറങ്ങുമ്പോൾ നെഗറ്റീവ് റിവ്യൂസ് ഇടും, എന്നാലേ റീച്ച് കിട്ടും. സോ ഒന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കും, റീച്ച് പ്ലസ് ഒരു മനസ്സുഖം. അടുത്ത എൻട്രി തജു എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ക്രിയേറ്റർ ആണ്. ഏകദേശം 2K അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. കൂടുതൽ റീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവരായിരിക്കും അടുത്ത നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഡീഗ്രേഡിങ് എമ്പുരാനെ നടത്താൻ പോകുന്നത്. സിനിമ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇവൻ നെഗറ്റീവ് ആയാൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പോലും ഇവർ ഒരിക്കലും ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല. ഒന്നെങ്കിൽ ഡീഗ്രേഡിങ്, ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ പറയുക മോഹൻലാലിന്റെ അഭിനയത്തെ ശരിയായില്ല. അജി ചെങ്ങന്നൂരാണ്, ഡിജിറ്റൽ ക്രിയേറ്റർ, 24K ഫോളോവേഴ്സ്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. പുള്ളിയുടെ മെയിൻ പരിപാടി മമ്മൂക്ക ഫാനാണ്. ഞാനും നമ്മളെല്ലാവരും ലാലേട്ടനെയും മമ്മൂക്കയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം മമ്മൂക്കയാണ്. അപ്പം മമ്മൂക്കയുടെ പേജ് ആയതുകൊണ്ട് മമ്മൂക്കയെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ, അതാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അജി ചെങ്ങന്നൂരിന്റെ മമ്മൂക്ക ഫാൻ ആയാലും പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ഒരു 70% പോസ്റ്റ് വന്നിരിക്കുന്നത് മോഹൻലാലിനെ പറ്റിയാണ്. അപ്പൊ എന്തായാലും അജി ചെങ്ങന്നൂരിന് എമ്പുരാൻ ഇഷ്ടപ്പെടാൻ ഒരു വഴിയുമില്ല. അടുത്തത് ഒരു ഫാൻ പേജ് ആണ്. അത് അതിന്റെ ജെൻഡർ എനിക്കറിയില്ല, പെണ്ണാണോ ആണാണോ എന്ന് എനിക്കറിയില്ല, ഒരു ഗ്രൂപ്പാണോ ഒന്നും അറിയില്ല. നിഷ ശർമ്മ, ഏകദേശം അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഇവരായിരിക്കും അടുത്തത് ഡീഗ്രേഡിങ് ചെയ്യാൻ പോകുന്ന ടീം. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് മമ്മൂക്ക ഫാൻ പേജ് ഫുള്ള് മോഹൻലാൽ സിനിമ ഇറങ്ങിക്കഴിയുമ്പം മോഹൻലാലിന്റെ സിനിമകൾ ഫുൾ നെഗറ്റീവ്, ഒരു ഡീഗ്രേഡിങ് പരത്തുന്ന ഒരു വിഭാഗമായിക്കൊണ്ടിരിക്കും. ഇതുവരെ ഒരു പോസിറ്റീവ് റിവ്യൂസ് പോലും ഒരു സിനിമയ്ക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ പേജുകളിൽ. സോ ഇവരായിരിക്കും അടുത്ത എൻട്രി, ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഇനി അടുത്തത് 15K ഫോളോവേഴ്സ് ഉള്ള ആകാശ് എന്നൊരു ഫേസ്ബുക്ക് പേജാണ്. മമ്മൂക്കയുടെ DP ഒക്കെ ഉണ്ട്. ഇവരാണ്, ഈ ഗ്രൂപ്പാണ്, ഈ ആളാണ്, അല്ലെങ്കിൽ ഇവരും ഇതിന് കട്ട സപ്പോർട്ടായിട്ടും ഈ ടീംസിന്റെ എല്ലാത്തിന്റെയും കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഷെയറും കമന്റും അടിക്കാൻ ഇവർ മുൻപന്തി തന്നെ ഉണ്ടാവും. കാരണം ഒരു ടീം വർക്കാണല്ലോ ഇതെല്ലാം. ഇനി നമ്മുടെ അൾട്രാ പ്രോ മാക്സ് ഡീഗ്രേഡ്, മോഹൻലാൽ സിനിമ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ. ഞാൻ കണ്ടതിൽ വെച്ചത് അൾട്രാ പ്രോ മാക്സ്. ഫോളോവേഴ്സ് ആയി വരുന്നേ ഉള്ളൂ, കാരണം മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ നല്ലപോലെ ഫോളോവേഴ്സ് ആകും. സോ നമുക്ക് കാണാം, GK കൃഷ്ണമൂർത്തി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, 2 പാർട്ടുണ്ട് കേട്ടോ, 2 ഫാൻ പേജുകളുണ്ട്. GK കൃഷ്ണമൂർത്തി അണ്ണൻ എന്തായാലും ഒരു കൊല തൂക്കും. അത്യാവശ്യം റീച്ച് എമ്പുരാൻ ഡീഗ്രേഡ് ചെയ്ത് പുള്ളി ഉണ്ടാക്കും. ഇനി നമ്മുടെ വേറൊരു അണ്ണനുണ്ട്. അണ്ണൻ പക്ക പുള്ളിയുടെ ഒറിജിനൽ ജെന്യൂനാണ്. പുള്ളി ജെന്യൂനായിട്ട് ഐഡിയ ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം 27K ഫോളോവേഴ്സ് ഉണ്ട്. വാട്സപ്പ് നമ്പറൊക്കെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2023 ആഗസ്റ്റ് 13 എന്തോ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് കട്ട മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക ഫാനൊക്കെ ആയിക്കോട്ടെ, പക്ഷെ പുള്ളിയുടെ പേജുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാഷ്ടാഗുകൾ മോഹൻലാലിന്റെയാണ്. എന്താണെന്നറിയില്ല, പുള്ളിക്കാരന് മമ്മൂക്കയെക്കാളും കൂടുതൽ ഇഷ്ടം മോഹൻലാൽ ആയതുകൊണ്ടാകാം മോഹൻലാലിന്റെ ഷെയറുകളാണ് കൂടുതൽ. എന്തായാലും എമ്പുരാൻ പുള്ളി ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. ഫസ്റ്റ് ഷോ തന്നെ കണ്ട് ആദ്യത്തെ പോസ്റ്റ് ഇടുന്ന ആള് നമ്മുടെ സിജു കൃഷ്ണൻ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ കേൾക്കാം. സിനിമ അത്യാവശ്യം ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റ് ആയാലും ഹിറ്റ് റിവ്യൂസ് കേൾക്കാം.
സിനിമ ഒരു ആവറേജ് റിവ്യൂ ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഡീഗ്രേഡിങ് കാണാം. അടുത്തത് സന്ദീപ്. അതായത് സന്ദീപ് എന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. 15K ഫോളോവേഴ്സ് ഉണ്ട്. മമ്മൂക്കയുടെയും തല, നമ്മുടെ അജിത് കുമാർ തലയുടെയും ഫാനാണ്. അപ്പം ഏകദേശം അറിയാലോ, മമ്മൂക്കയുടെയും തലയുടെയും ഫാൻ ആയതുകൊണ്ട് വിജയുടെയും മോഹൻലാലിന്റെയും ഡീഗ്രേഡിങ് അത്യാവശ്യം നടക്കുന്നുണ്ട് പുള്ളിയുടെ ചാനലിൽ. ഇവരെല്ലാവരോടും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ പേജുകളോടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഡീഗ്രേഡ് ചെയ്ത്, മറ്റുള്ളവരുടെ സിനിമകൾ ഡീഗ്രേഡ് ചെയ്ത്, അവരുടെ ലുക്കിനെയും അവരുടെ ഡ്രസ്സിനെയും അവരുടെ പ്രത്യേകിച്ച് ബോഡി ഷേമിംഗ് ആണല്ലോ മെയിൻ ആയിട്ട്. ബോഡി ഷേമിംഗ് നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സ്റ്റാറിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ ഈ മോഹൻലാലിന്റെ പുറകെ നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി സത്യത്തിൽ പുള്ളിക്ക് PR ആവശ്യം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ പേജുകളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബെനിഫിറ്റ്. മോണിറ്റൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും ഇതുമാത്രം ഷെയറിനെല്ലാം അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഇൻകം കിട്ടും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയുണ്ട് ഇഷ്ടംപോലെ പേജുകളുണ്ട്. കൂടുതൽ പേജുകളും എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഡീഗ്രേഡ് പേജുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാരണം നമ്പർ 1 ട്രെൻഡിങ് സ്റ്റാർ മോഹൻലാൽ ആണല്ലോ. ഹാഷ്ടാഗ് മോഹൻലാൽ, ഹാഷ്ടാഗ് എമ്പുരാൻ, ഹാഷ്ടാഗ് ലാലേട്ടൻ, ഹാഷ്ടാഗ് L2E എന്നിങ്ങനെ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി റീച്ച് പോകാൻ. കാരണം ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ചാനലിനെ റീച്ച് കിട്ടണമെങ്കിൽ ഞാൻ സത്യം മോഹൻലാലിനെ പറ്റി നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാനെ ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. കാരണം മോഹൻലാലിനെ പറ്റി നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അപ്രോച്ച് നടത്തിയത്. ഇനി April 10 ഇറങ്ങുന്ന ബസൂക്ക സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്ന കുറെ ഫാൻസ് പേജുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്റെ അടുത്ത വീഡിയോയിൽ. ഇത്ര ആൾക്കാരല്ല കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ ഇത് കൂടുതലുണ്ട്. ഇഷ്ടംപോലെ പേജുകളുണ്ട്. ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ കമന്റിൽ പറയൂ വേറെ ഏതൊക്കെ പേജുകളാണുള്ളത്. എന്നിട്ട് എല്ലാവരും അറിയട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എന്താണ് ഇവരുടെ മെയിൻ പാറ്റേൺ, ഇവരുടെ സ്റ്റൈൽ എന്താന്ന്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം April 10 ഇറങ്ങുന്ന ബസൂക്കയുടെ ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്ന പേജുകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.